വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പനിഞ്ഞിലപ്പമാണ്. പനിഞ്ഞിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ മുട്ട. പല സ്ഥലങ്ങളിൽ ഇതിന് പല പേരുകളാണ് പറയുന്നത്. ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഇതിന് പനിഞ്ഞിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് മാഹി എന്ന് പറഞ്ഞ മീനിന്റെ പനിഞ്ഞിലാണ്. പനിഞ്ഞിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് അത് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമുക്ക് ഈ പനിഞ്ഞിലൊന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം. ചില പനിഞ്ഞിലൊക്കെ നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടി എടുക്കാൻ പറ്റുന്നതാണ്. ഇത് കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുവാണ്. കട്ടിയില്ലാത്ത ടൈപ്പ് പനിഞ്ഞിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞെരടി എടുത്താൽ മതി. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം പനിഞ്ഞിൽ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം. അപ്പം പനിഞ്ഞിൽ ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ പനിഞ്ഞിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇനി നമുക്കിതിലേക്ക് 5-6 ചുമന്നുള്ളി എന്ന് വെച്ചാൽ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇടുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വലിയ ടൈപ്പ് പനിഞ്ഞിലാണ് ഇതുപോലെ ചെയ്യുന്നത് നല്ലത്. പച്ചമുളക് നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർക്കുക. ഇഞ്ചിയൊക്കെ ചേർക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി ഒരു പാൻ ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചു. അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. വളരെ കുറച്ച് ഓയിൽ മതി. കോക്കനട്ട് ഓയിലാണ്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് മുട്ട പോലല്ല, കുറച്ച് ടൈം എടുക്കും ഇത് ഫ്രൈ ആയി കിട്ടാൻ. ഇനി നമുക്കിതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഈ അടപ്പ് മാറ്റി നോക്കാം. ഒരു സൈഡ് ഒന്ന് മൂത്ത് വരുമ്പോൾ അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഒന്നുകൂടെ അതൊന്ന് തിരിച്ചിട്ടു. കണ്ടോ, ഇപ്പുറത്തെ സൈഡും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് 2 സൈഡും നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പനിഞ്ഞിലപ്പം റെഡിയായി. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഞാനിത് പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഇതും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം പനിഞ്ഞിലപ്പം റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എനിക്ക് ആ പനിഞ്ഞില കൊണ്ട് 2 പനിഞ്ഞിലപ്പം ഉണ്ടാക്കാൻ പറ്റി. ഇതുപോലെ വലിയ മീൻ്റെ പനിഞ്ഞിൽ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ പനിഞ്ഞിലപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നിങ്ങളിൽ പലരും പനിഞ്ഞിലിൻ്റെ പല റെസിപ്പീസും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ ഇതിൻ്റെ ചെറിയൊരു പീസ് ഒന്ന് പൊടിച്ച് കാണിക്കാം. കണ്ടോ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.